മരിച്ചിട്ടാണേലും രക്ഷപ്പെടണം. അങ്ങനെ ഒരു പ്രതിയുടെ വാർത്തയിലേക്കാണ്. സ്വന്തം മരണ വാർത്ത നൽകി തട്ടിപ്പ് നടത്തിയ പ്രതി കോട്ടയത്ത് പിടിയിൽ. കുമാരനെല്ലൂർ സ്വദേശി സജീവാണ് അറസ്റ്റിലായത്. മുക്കുമണ്ഡം പണയം വെച്ച് തട്ടിയെടുത്ത പണവുമായി തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ട പ്രതി തന്റെ മരണ വാർത്ത എല്ലാ പത്രങ്ങളിലും നൽകുകയായിരുന്നു. സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലാണ് കുമാരനെല്ലൂരിലെ ഈ തട്ടിപ്പ് നടന്നത്. 2023 കേസിനാസ്പദമായ സംഭവം. 4 തവണയായി സ്വർണം പണയം വെച്ച് 4,39,000 രൂപയാണ് സജീവ് എന്ന സുബി വാങ്ങിയത്. തുടർന്ന് തമിഴ്നാട്ടിലേക്ക് മുങ്ങി. എനിക്ക് അമ്മയെ ചികിത്സിക്കാൻ വേണ്ടി ഞാൻ വീട് വിറ്റതായിരുന്നു. അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. വിറ്റതിന്റെ ബാക്കി ഉണ്ടായിരുന്ന 5 ലക്ഷം രൂപയായിരുന്നു കൊടുത്താണ് ഇവനോട് വീടെടുത്തത്. ലാസ്റ്റ് അമ്മ മരിച്ചു കഴിഞ്ഞ് വഴിയരിയെ വെച്ച് കർമ്മം ചെയ്ത് ഞാൻ അമ്മയെ കൊണ്ട് ഒന്നുമല്ലാത്തടത്ത് മുട്ടമ്പലത്ത് കൊണ്ട് ദയിപ്പിക്കേണ്ട ഗതികേട് വന്നു. എന്റെ 5 ലക്ഷം രൂപയും പോയി, കിടപ്പാടമില്ല, ഇപ്പോൾ വാടക കിടക്കുന്നത്. പിന്നാലെ സ്വന്തം മരണവാർത്ത പത്രത്തിൽ നൽകി. പോലീസിന് തോന്നിയ സംശയം എത്തിനിന്നത് ഭാര്യയുടെ ഫോണിലേക്ക് വന്ന കോളിലാണ്. നമ്പർ അന്വേഷിച്ചെത്തിയ പോലീസിന് സജീവ് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചു. തുടർന്ന് ഗാന്ധിനഗർ പോലീസ് തമിഴ്നാട്ടിലെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. അടയാറിൽ ഇവര് ശവാട കഴിഞ്ഞെന്നും പറഞ്ഞ് ഒരു പത്രവാർത്ത ഇട്ടായിരുന്നു. അന്നേരം പത്രവാർത്ത ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചറിയിച്ചവര് ഇവന്റെ വീടിന് അടുത്തുള്ളവരാ. അന്നേരം ഞാൻ പറഞ്ഞ് അവനെ സുബിൻ എന്നാണ് ഇവന്റെ പേരിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സുബിൻ എന്നല്ല, അവന്റെ ആധാർ കാർഡിൽ അവന്റെ പേര് സജീവ് എംബാർ എന്നാണ് അവന്റെ ഒറിജിനൽ നെയിം. തമിഴ്നാട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു പ്രതി. എന്നാൽ സ്വന്തം ആധാർ കാർഡ് ഉപയോഗിച്ച് ഇയാൾ പുതിയ മൊബൈൽ നമ്പർ എടുത്തു. ഇതാണ് പ്രതിയെ കുടുക്കിയത്. ഇയാൾക്കെതിരെ മറ്റു ചില തട്ടിപ്പ് കേസുകൾ കൂടി ഉണ്ടെന്നാണ് വിവരം. 24 കോട്ടയം.